ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ പ്രീതി വീട്ടിലേക്ക് വന്നു. പക്ഷെ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അച്ഛയും കൂട്ടി അവരെല്ലാവരും ഹോസ്പിറ്റലിൽ പോയ കാര്യം മറന്നുപോയെന്നും സാറിനോട് ക്ഷമയും ചോദിക്കാം. അതൊന്നും സാരമില്ല, എപ്പോൾ വേണമെങ്കിലും വരാലോ, അച്ഛനമ്മയും പരിചയപ്പെടുന്നത് പിന്നെ ഒരിക്കലാവാം, എന്താ എന്നൊക്കെ ഇങ്ങനെ ആകാശ് ചോദിച്ചു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു പ്രീതി. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശ് അവിടെ നിന്ന് പോകുന്നു. പ്രീതി ഇങ്ങനെ ആകാശിനെ യാത്രയാക്കി അങ്ങനെ നിൽക്കാം. പക്ഷേ പ്രീതിക്ക് എന്തോ ഒരു ഇഷ്ടം അത് ആകാശിനോട് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവർ അഞ്ജലിയൊക്കെ കൂടെ വരുന്നത്. അപ്പോൾ എന്തിനാ നീ വിളിച്ചത്? അമ്പലത്തിലായതുകൊണ്ട് എൻ്റെ ഫോൺ സൈലൻറ്റിലായിരുന്നു. എന്താ കുട്ടി, കുറേ തവണ വിളിച്ചല്ലോ എന്നൊക്കെ വന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും മനോരമ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക, എന്നാ സംഭവം എന്ന്. അപ്പോൾ ചേച്ചി ഇത് അറിയരുത് എന്ന് സാറ് പറഞ്ഞതിനെപ്പറ്റി നമ്മുടെ ശ്രുതി ആലോചിക്കുന്നു. അത് പിന്നെ ഞാൻ ഇവിടെ കടലമാവ് നോക്കിയപ്പോൾ കണ്ടില്ല, അത് എവിടെയാണെന്ന് അറിയാൻ വിളിച്ചതാ എന്ന് പറഞ്ഞപ്പം, എൻ്റെ മൈ ഗോഡ്, ഇത്രയും നാൾ ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടും നിനക്ക് ഇവിടുത്തെ കടലമാവ് എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ലെന്ന് ചോദിച്ചു. മനോരമ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അച്ഛമ്മ വന്നു. ഇവളെന്താ ഇവിടുത്തെ കളിപ്പാവയാണെന്നാണ് നിന്റെ വിചാരം എന്നൊക്കെ ചോദിച്ചു. ടെമ്പിളിൽ നിൽക്കുമ്പോഴും അവളുടെ ഒരു കടലമാവ്, ഇവിടെ കടലമാവ് എന്തെന്ന് ചോദിക്കാൻ സെർവൻസ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു. അപ്പോൾ ലാവണ്യ മേഡത്തിനോട് ചോദിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു നമ്മുടെ അഞ്ജലി. ലാവണ്യ മേഡം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പം, ലാവണ്യ ഇവിടെ ഇല്ലേ, ലാവണ്യ ഇവിടെ പോയി? അത് പിന്നെ ഫേഷ്യൽ ചെയ്യാൻ പോയതാണെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഓർത്തില്ല, കുഞ്ഞൻ ബിസിനസ് ടൂർ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. ലാവണ്യയും ഒപ്പം പോകുന്നുണ്ടെന്നുള്ളത് പറഞ്ഞായിരുന്നു. എന്നാൽ ശരി, ശ്രുതിയുടെ ജോലിയൊക്കെ നടക്കട്ടെ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അഞ്ജലി അകത്തേക്ക് കയറിപ്പോയി. പക്ഷേ ശ്രുതി പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മുടെ അച്ഛമ്മയ്ക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോഴേക്കും മനോരമയും അഞ്ജലിയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് അച്ഛമ്മ ചെന്നിട്ട് മോൾ അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രുതി ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ നുണ പറയരുത് എന്നിങ്ങനെ പറഞ്ഞ്, നീ അത്യാവശ്യമായി എല്ലാവരെയും ഇവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന് തക്കതായിട്ടുള്ള എന്തോ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. എന്നോട് നീ സത്യം പറയാൻ പറഞ്ഞു. എന്താ ശരിക്കും ഇവിടെ ഉണ്ടായത് എന്നിങ്ങനെ ചോദിച്ചപ്പം, അത് പിന്നെ മാഡം, ഞാൻ അശ്വിൻ സാറ് ബോധം കെട്ട് വീണു എന്നുള്ള കാര്യം പറഞ്ഞപ്പം, എന്നിട്ട് എന്താ പറ്റിയേ, എന്നെ ഒന്നും വിളിക്കാറുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം സാറിന് ഞാൻ അപ്പോഴേക്കും മധുരമൊക്കെ കൊടുത്ത് എല്ലാം ശരിയാക്കി, പിന്നെ സാർ ആരോടും പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സാറിപ്പോൾ റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞു. അവൻ്റെ ഷുഗർ ലെവൽ കുറയുന്നതിനെ പറ്റിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. തക്ക സമയത്ത് മോൾ അടുത്തുണ്ടായത് നന്നായി എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ്, ലാവണ്യയ്ക്ക് നല്ല ശീലങ്ങൾ പരിശീലിപ്പിക്കാനാണ് എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ നിന്നെ വിളിപ്പിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണ് എന്ന് പറഞ്ഞ്, എൻ്റെ കുഞ്ഞൻ്റെ സ്വഭാവം അത് അത്ര പെട്ടെന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ അവനോടാരും അത്ര അടുപ്പമൊന്നും കാണിക്കാറുമില്ല. പക്ഷേ എന്തുകൊണ്ടോ നിന്റെ കാര്യത്തിൽ എനിക്ക് മറിച്ചാണ് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുക ശ്രുതി. അവൻ ഇത്രയൊക്കെ പരുക്കനായിട്ട് പെരുമാറിയിട്ടും നിനക്ക് അങ്ങനെ കുഞ്ഞനോട് പെരുമാറാൻ തോന്നാത്തതാണ് നിന്റെ മനസ്സിൻ്റെ നന്മ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ചുള്ള അഭിപ്രായവും അത് തന്നെയാണ്. അത് നീയായിട്ട് മാറ്റാത്തിടത്തോളം എൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാകുമെന്നും മുത്തശ്ശി പറയുവാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രുതി അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അങ്ങനെ? ഞാനിനി കടലമുട്ടായിയെക്കുറിച്ച് മോശമായി സംസാരിച്ചിട്ടായിരിക്കും അങ്ങനെ? അല്ല, അശ്വൻ സാറിൻ്റെ ഷുഗർ ലെവൽ കുറഞ്ഞതാ. കഷ്ടമായിപ്പോയി. ആ ഒരു അവസ്ഥയിൽ സാറിനെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് സങ്കടം തോന്നി എന്നൊക്കെ ശ്രുതി ഒറ്റയ്ക്ക് നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സാറിന് എന്തൊക്കെയോ ഒരു ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാറിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം. ഇതൊക്കെ പറഞ്ഞ് സ്വയം പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അഞ്ജലി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഒന്നുമില്ല മാഡം, ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നീ എന്താ കരഞ്ഞോ? അയ്യോ ഇല്ല, ഒന്നുമില്ല, എന്തോ ഓർത്തു പോയതാ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പം, നീ എന്താ ഇപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കണേന്ന് ചോദിച്ചു. അത് പിന്നെ അശ്വൻ സാറും ലാവണ്യമേടും ബിസിനസ് ടൂറൊക്കെ പോവല്ലേ, അവർക്ക് കൊണ്ടുപോകാൻ കുറച്ച് സ്നാക്സ് വേണമെന്ന് പറഞ്ഞു, അത് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ, അത് ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു അഞ്ജലി. അത് കുഴപ്പമില്ല മേഡം, ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ അകത്തേയല്ലേ, ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു ശ്രുതി അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ അഞ്ജലി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അടുക്കളയിൽ. അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ സാറിൻ്റെ റൂമിലേക്ക് ചെന്ന് വാതിലിൽ കൊട്ടുക. അപ്പോൾ സാർ വന്ന് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ശ്രുതിയാണെന്ന് മനസ്സിലായി. ഒന്നും മിണ്ടാതെ അശ്വൻ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അകത്ത് കയറി ചെന്നിട്ട് ഇങ്ങനെ കുറേ നേരം അശ്വനെ നോക്കിക്കൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്ത് വേണം എന്ന് അശ്വൻ ശ്രുതിയോട് ചോദിച്ചു. അത് പിന്നെ സാറിനിപ്പോൾ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചപ്പം, ഇല്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ ടാബ്ലറ്റ് കഴിച്ചു എന്നുള്ള കാര്യം അശ്വിൻ ഇങ്ങനെ പറയാം. അപ്പോൾ സാർ, അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതിന് സാർ എനിക്ക് മാപ്പ് തരണം എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. അശ്വിൻ ഇങ്ങനെ ആലോചിക്കുക,
എനിക്ക് സാറിനോട് ഒരു ദേഷ്യവും ഇല്ല. എന്നിട്ടും ഞാൻ ചുമ്മാ സാറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. സാറിനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ കൈ കൊണ്ട് മുഖത്തൊക്കെ ഇങ്ങനെ തൂത്തു. അപ്പോൾ ആ കയ്യിൽ അരിമാവ് മുഴുവൻ മുഖത്ത് പറ്റി. അപ്പോൾ അശ്വിനി തേണ്ടപ്പോൾ ചിരി വന്നു. അശ്വിനി ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ തല തിരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അതിൻ്റെ കാരണം ഇപ്പം എനിക്ക് സാറിനോട് പറയാനായിട്ട് പറ്റില്ല. സാർ അത് അറിയാൻ വേണ്ടാന്നും പറഞ്ഞു. ഞാൻ ദേഷ്യപ്പെട്ടതിനൊക്കെ സാർ എന്നോട് ക്ഷമിച്ചാൽ മതി എന്നും ശ്രുതി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും അശ്വിൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക കേട്ടോ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട്. അപ്പോഴും നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് ഇങ്ങനെ അരിമാവിരിക്കുന്നത് കണ്ടിട്ട് ഒരു ചിരിയൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ തൻ്റെ കവിളിൽ എന്തോ പറ്റിയിരിപ്പുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അശ്വിൻ. ആ സമയത്ത് അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തെ കൈ കൊണ്ട് തുടച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ കവിളിലും ആയി. അങ്ങനെ മുഖം മുഴുവൻ അരിമാവായി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ അശ്വിന് ചിരി വന്നു. എടോ അവിടെയല്ല അപ്പുറത്തെ കവിളിലാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ കൈ കൊണ്ട് ഇപ്പുറത്തെ കവിള് തൊട്ടു. അപ്പോഴേക്കും പിന്നെയും മൊത്തത്തിലായി. എൻ്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് തലയിൽ ഒരു തട്ട്. അപ്പോൾ തലയിലും അരിമാവായി. മൊത്തം അരിമാവിൽ കുളിച്ചു എന്ന് പറയാം നമ്മുടെ ശ്രുതി. ഇത് കണ്ടപ്പോൾ അശ്വിന് ചിരി വന്നു. ചിരി സഹിക്കാൻ മേലാതെ അശ്വിൻ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി ചിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് അഞ്ജലി അങ്ങോട്ടേക്ക് കയറി വരുന്നു. അപ്പോൾ എന്താ പറ്റിയേ എന്ന് ശ്രുതി ചോദിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പം അഞ്ജലി കയറി വന്ന് ഇവൻ ചിരിക്കുന്നത് കണ്ടു. എൻ്റെ ഭഗവാനെ എന്താ ഞാൻ ഈ കാണുന്നേ? കുഞ്ഞാ നിനക്കിത് എന്തു പറ്റി? എന്തിനാടാ നീ ഇങ്ങനെ ചിരിക്കുന്നേ എന്ന് അഞ്ജലി ചോദിച്ചു. അപ്പോൾ ശ്രുതി പേടിച്ച് നിൽക്കുക. എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് അഞ്ജലി പറയട്ടോ. നിനക്ക് ചിരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയെന്നായിരുന്നു എൻ്റെ ധാരണ. എന്തു പറ്റി ഇപ്പോൾ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇതേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ജലിയെ കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും ശ്രുതിയെ കണ്ട അഞ്ജലിയും പൊട്ടിച്ചിരിക്കുക. ഇവർക്ക് രണ്ടുപേർക്കും ചിരി വരുന്നതിൻ്റെ കാരണം എന്താണ് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാകുന്നില്ല. ഇത് എന്തിനാ നിങ്ങൾ രണ്ടുപേരും ചിരിക്കണേന്ന് ചോദിച്ചപ്പം നിന്റെ മുഖവും തലയും നിറയെ മാവാണെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ശ്രുതി കയ്യിലേക്ക് നോക്കുന്നത്. അപ്പോഴേക്കും ഞാനിതൊന്ന് കഴുകിയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. ശ്രുതി അങ്ങോട്ട് ഇറങ്ങി ഓട്ടിയിട്ട് അയ്യേ എന്ന് പറഞ്ഞ് പുറത്ത് പോയി നിൽക്കുക. അപ്പോൾ കയ്യിലുള്ള അരിമാവെല്ലാം ഇങ്ങനെ ചേന്ന് പറഞ്ഞ് നിൽക്കുന്നു. എന്നെ കളിയാക്കിയതാണെങ്കിലും ആ കടലമിഠായി ഒന്ന് ചിരിച്ച് കാണുമല്ലോ, കണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതിയെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പറയാം. ഈ സമയം ചേച്ചിയും അനിയനും കൂടെ എന്നാലും എൻ്റെ കുഞ്ഞാ ശ്രുതിയുടെ ഈ മണ്ടത്തരം കൊണ്ട് നിന്റെ ചിരിയൊന്നും എനിക്ക് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞു ആ ചേച്ചി. ഈ ജീവിതത്തിൽ നിന്റെ മുഖത്ത് ഇങ്ങനെ ഒരു ചിരി വരാത്തതായിരുന്നു എൻ്റെ സങ്കടം. ഇപ്പം അത് മാറിക്കിട്ടി. എന്തായാലും അത് ഇന്നത്തോടെ ഒരുപാട് അങ്ങ് മാറിക്കിട്ടി. സന്തോഷമായി ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേച്ചിയും അനിയനും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുന്നു. നമ്മുടെ ശ്രുതി ഒപ്പം മാറി നിന്ന് ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് മനോരമയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഗ്ലാമർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത്. മുഖവും മൂടി പിടിച്ചു. നമ്മുടെ ലാവണ്യ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ലാവണ്യ അങ്ങോട്ടേക്ക് വന്നപ്പോൾ മുഖമൊക്കെ മൂടി പിടിച്ചോണ്ടാണ് വരുന്നത്. അപ്പോൾ എന്തു പറ്റി ലാവണ്യ? മുഖം പൊത്തി പിടിച്ചു തന്നെ എന്നാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തോ ഒരു സാധനം അവരെൻ്റെ മുഖത്ത് പരട്ടി മുഖം പൊള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലാവണ്യ കാണിച്ചു കൊടുക്കുക. നോക്കുമ്പോൾ എന്താ മുഖം പൊള്ളി ഇങ്ങനെ തിണർത്തിരിക്കുകയാണ്. സോ ഹൊറിബിൾ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ പൊന്നേ എന്ന് പറഞ്ഞ ലോക ഇംഗ്ലീഷ്. പുള്ളിക്കാരിക്കാണെങ്കിൽ പുകഞ്ഞിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, ലാവണ്യേക്കാൾ സോഫ്റ്റ് സ്കിന്നാണല്ലോ എൻ്റെ ഈശോയെ. ഇങ്ങനെയായ ഞങ്ങളെപ്പോലെ സോഫ്റ്റ് സ്കിന്നുള്ളവരുടെ കാര്യം കഷ്ടാവുമല്ലോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് മനോരമ അങ്ങോട്ടേക്ക് പോയി. ലാവണ്യ മുഖം ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടേ ഇരിക്കാം. ഈ സമയം പിന്നെ കാണിക്കാൻ നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോന്ന് ആലോചിക്കുക. അശ്വിൻ സാറിന് സുഖമില്ലാതിരിക്കുക. ഈ സമയത്ത് ബിസിനസ് ടൂറൊക്കെ പോയാൽ എങ്ങനെ ശരിയാകും? സാറ് കുഴഞ്ഞു വീണ കാര്യം അഞ്ജലി മേഡത്തിനോട് പറയാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി സ്വയം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അഞ്ജലി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി ഈ ക്യാരിയർ കുഞ്ഞിൻ്റെ കാറിലേക്ക് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രുതി ഇങ്ങനെ പോകാൻ മടിച്ച് നിൽക്കുമ്പോൾ എന്താ ശ്രുതി, എന്താ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അഞ്ജലി. അത് പിന്നെ മേഡം എനിക്ക് ഉണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി മേഡം എന്ന് പറഞ്ഞു. മറന്നു പോവേ? നിനക്ക് എന്താ പറ്റിയേ? സാരല്ലേ, ഇപ്പം നീ ഇത് കൊണ്ടുവയ്ക്കുക, ഓർമ്മ വരുമ്പോൾ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ അഞ്ജലി പറഞ്ഞു വിടുക. കാറിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ പറഞ്ഞു വിടുക. അപ്പോൾ ശ്രുതിയെ പറഞ്ഞു വിടാൻ നേരത്ത് അഞ്ജലി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പം സാർ എന്നോട് പറഞ്ഞതുപോലെ അഞ്ജലി മേഡം അത് അറിഞ്ഞാൽ വിഷമാവും, അതുകൊണ്ട് മേഡത്തിനോട് പറയണ്ട അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് നമ്മുടെ ശ്രുതി ഇതുകൂടെ കാറിൽ വെക്കാൻ പോയി. ഈ സമയത്ത് അഞ്ജലി വരുമ്പോൾ നമ്മുടെ ലാവണ്യയുടെ മുഖം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനോരമ. അത് തൂത്തു കൊടുക്കുന്നു, ഇത് തൂത്തു കൊടുക്കുന്നു. അപ്പോൾ ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്നാലും എൻ്റെ മോളെ, ഞാൻ സ്ഥിരമായിട്ട് ആ പാർലറിൽ പോകണമെന്നേ, എൻ്റെ ഭാഗ്യത്തിന് ഇതുവരെ എനിക്കിങ്ങനെ ഒരു അലർജി ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് മനോരമ അഞ്ജലിയോട് പറയണം. എന്നാലും ഇങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞാനല്ല അവിടെ പോകുന്ന പരിപാടി ഇന്നത്തോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി നോട്ട് അറ്റ് ഓൾ, നോ ദയർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇംഗ്ലീഷ്. അപ്പോൾ അഞ്ജലി മോളെ, അബദ്ധത്തിൽ പോലും നീ ആ പാർലറിൻ്റെ പരിസരത്ത് പോലും പോയേക്കല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയണു. അപ്പോൾ ലാവണ്യ ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത്. റെഡിയായ ലാവണ്യെ നോക്കാനായിട്ട്. മോനെ കുഞ്ഞാ, പാവത്തിനൊരു വലിയ ട്രാജഡി പറ്റിയിട്ടിരിക്കുവാടാ.
ദേ അങ്ങനെ കുറേ ഇംഗ്ലീഷൊക്കെ അങ്ങ് പറഞ്ഞു. അപ്പം കംപ്ലീറ്റ് ഡാമേജായി. ഇപ്പം ആളുടെ മുഖം കണ്ടാലുണ്ടല്ലോ പഴയത്ത് കേട് വന്ന മാങ്ങ പോലെ ഇരിക്കുക, അതേ നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ വരുന്ന സാർ, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ വരാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ലാവണി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ലാവണിക്ക് തീരെ വയ്യ, നീ ചുമ്മാ നിർബന്ധിക്കേണ്ടെന്ന് അഞ്ജലിയും പറഞ്ഞു. ശരി ഓക്കെ ഞാനത് നോക്കിയോളാം എന്നും പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ അശ്വിൻ. അപ്പം എന്തായാലും ബേബിയുടെ ആഗ്രഹം നടന്നുമില്ല, ബേബിയുടെ മോഹങ്ങളെല്ലാം സ്വാഹ സ്വാഹ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനോരമ അവിടെ നിന്നിങ്ങനെ ഓരോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ചെന്നിട്ട് ഉള്ള നമ്മുടെ കാറിൻ്റെ ഡോറൊക്കെ തുറന്നു നോക്കുന്നു. അപ്പോൾ എല്ലാ ഡോറും ലോക്ക് ആയതുകൊണ്ട് ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് നോക്കുന്നു, ഇവിടെ ചെന്ന് നോക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അവസാനം ഏതോ ഒരു എൻ്റെ ഡിക്കി തുറന്നു. അപ്പോൾ ഡിക്കി തുറന്ന് നമ്മുടെ ശ്രുതി കൊണ്ടുവന്നു. അങ്ങനെ നോക്കി പുള്ളിക്കാരി അതങ്ങ് ഡിക്കിയിലേക്ക് വെച്ചു. ഡിക്കിയിലേക്ക് വെച്ചിട്ട് ഡിക്കി അടയ്ക്കാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് വന്ന് ആ ഡിക്കി താനെ അങ്ങ് അടഞ്ഞു. അത് വേറൊന്നും സംഭവിച്ചതല്ല, നമ്മുടെ അശ്വിൻ വന്ന് ഡോറ് തുറന്നതാണ്. അപ്പോൾ അശ്വിൻ വന്ന് ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയോ അതിൻ്റേതായ ഒരു സിംറ്റംസ് വെച്ചത് അകത്തേക്ക് നമ്മുടെ ശ്രുതി അകത്തേക്ക് അറിയാതെ വീണു പോയതാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്യാം ഇങ്ങനെ വീട്ടിൽ വന്നു. അവിടെ ഇരിക്കുന്ന ഡയറിയൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മൊത്തത്തിൽ മറിച്ചൊക്കെ നോക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നോക്കി ഒരു നമ്പറും ഇങ്ങനെ കിട്ടി. ആ നമ്പർ ഇങ്ങനെ എടുത്ത് മൊബൈലിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ നോക്കുക. അപ്പം അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ വരുന്നത്. ഇതെന്താ മോനെ ഇവിടെ മോൻ പോണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമാവുമെന്ന് ചോദിച്ചു. ഇല്ല, എന്ത് വിഷമം? എന്താ ശ്യാമേ ചോദിച്ചോളാൻ പറഞ്ഞു. അല്ല, പാലക്കാട് എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് അല്ല ശ്രുതിയും പ്രീതിയും പിന്നെ അമ്മായിയും ഒക്കെ പറഞ്ഞ് എനിക്കറിയാം. അതുകൊണ്ടാട്ടോ ചോദിക്കണേ. ചോദിക്കുന്നത് കൊണ്ട് വിഷമമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ബാധ്യത എത്ര ലക്ഷം രൂപയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അല്ല, എന്നെക്കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാകട്ടോ, അല്ലാതെ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചതായിട്ട് പോലും അമ്മ കരുതണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ ശ്യാമിനോട് അതിനെപ്പറ്റി പറയാൻ എനിക്കെന്താ മോനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രീതിയുടെ കല്യാണത്തിന് വേണ്ടി കടയുടെ നടത്തിപ്പിന് വേണ്ടിയൊക്കെ അശോകേട്ടൻ കുറച്ച് കാശ് കടമെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണവും മുടങ്ങി, കച്ചവടവും പെട്ടെന്ന് ഇടിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും ബാധ്യതയായി. എല്ലാം കൂടി 10-15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും എന്നിങ്ങനെ പറഞ്ഞപ്പം അമ്മ വിഷമിക്കൊന്നും വേണ്ട. അങ്കിളിനോടും പറയണം. ഒരു കേസിൻ്റെ കമ്മീഷൻ വ്യവസ്ഥയിൽ കുറച്ച് കാശ് എനിക്ക് കിട്ടാനുണ്ട്. അത് കിട്ടിയാൽ പകുതിയോളം കടം നമുക്ക് തീർക്കാൻ പറ്റിയേക്കും എന്ന് പറഞ്ഞപ്പം അയ്യോ അതൊന്നും വേണ്ട ശ്യാമേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അമ്മ. ഞങ്ങൾക്ക് വേണ്ടി എന്തിനാ വെറുതെ ശ്യാം ബുദ്ധിമുട്ടുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം അതൊന്നും ഒരു കുഴപ്പമില്ലമ്മേ, അമ്മ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളാരും അന്യരല്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്നും പറഞ്ഞുകൊണ്ട് ശ്യാം ഇങ്ങനെ തൻ്റെ റൂട്ട് ഇങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ. എല്ലാവർക്കും നന്ദി.